ഇത് കണ്ടോ, കാരാപ്പുഴ ഡാമിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന മീനാണ്. ഇന്നലെ രാത്രി മോൻ പോയിട്ട് പിടിച്ചതാണ്. പുല്ലുവാളയുണ്ട്, ബ്രാലുണ്ട്, പിലോപ്പി ഉണ്ട്. ഇവരെല്ലാം ഒന്ന് വെട്ടി കഴുകി അരപ്പിട്ടൊന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആഹാ, പറയാൻ പറ്റില്ല, അതിൻ്റെ പ്രത്യേക രുചിയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വെച്ചോണ്ടിരുന്ന ശരിയല്ല, രാത്രി കൊണ്ടുവന്നതാണ്. ബ്രാലിൻ്റെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിത്തോല് കളഞ്ഞിട്ട് അരപ്പ് വരട്ടുകയാണെങ്കിൽ കൂടുതൽ അരവ് കുടിക്കും. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. നല്ല കുടിക്കാൻ. മസാല തയ്ക്കാൻ വേണ്ടി ഒന്ന് വരിഞ്ഞെടുക്കണം. വാളയാണ് നല്ലോണം അടുപ്പിച്ചൊന്ന് വരിഞ്ഞ് നല്ലോണം മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കണം. ഇത് ബ്രാലാണ്, തോല് പൊളിച്ചതാണ്. പിലോപ്പിൻ്റെ തോല് പൊടിച്ച് കറുത്ത തോലങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ തോല് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല മാംസം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വാഴക്കുട്ടിയാണ്. ഇങ്ങനെ എല്ലാവരും വരിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാല വയ്ക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഓരോരുത്തർ എരിവിനനുസരിച്ച് എല്ലാം ചേർക്കാം. ഇത് കുരുമുളക് പൊടിച്ചതാണ്. ഇനിയാണ് ലാസ്റ്റ് പൊടിക്കൽ. കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്. ഇനി ഇവരെല്ലാം കൂടി ചേർത്തിട്ടൊരു പിടി പിടിച്ചാൽ ഓക്കെ, നല്ലപോലെ. ഇനി അരപ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെല്ലാം ഒന്ന് നല്ല ചീഞ്ചട്ടിയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഫ്രൈങ് പാനിലോ ഓക്കെ. ഇനി നമുക്ക് വറുത്ത് കോരിയിട്ട് കാണാം. ചൂടായി പൊട്ടി. നമ്മൾ ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വരാലി മീനിട്ട് വാഴ വയ്ക്കുന്നു. വീണ്ടും വാഴ വയ്ക്കുന്നു. വാഴമീനാണ് അധികം കിട്ടും. ഒരുപാട് ഇവനാണ് ഏറ്റവും വലുത്. ചെറിയൊരു കിലോപ്പില്ല. ഇത് കുഞ്ഞു കിലോപ്പില്ല. ചട്ടിയിൽ പത്രയെ കൊണ്ടുപോകും. രണ്ടാമത് ഒന്നുകൂടെ വറക്കാനുള്ള മീനുണ്ട്. ഇതാ
കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അടുപ്പിലാണ് ഉണ്ടാക്കുക. വിറക് കത്തിച്ച് അടുപ്പിലുണ്ടാക്കുക. ഗ്യാസ് സ്റ്റൗവിലൊന്നും ഉണ്ടാക്കുന്നത്. ഞാൻ പരമ്പരാഗതമായ രീതിയിലും ശൈലിയിലും മാത്രമാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. മൺകലങ്ങൾ ഉപയോഗിക്കും. ബാക്കി കുക്കർ ഐറ്റംസൊക്കെ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഫുൾ ടൈം മൺപാത്രത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുക. അലുമിനിയം പാത്രം ഉപയോഗിക്കുന്നത് കുറവാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ. കട്ട മീൻ കൂട്ടുന്നതിനോടൊപ്പം ചോറിനോട് നമുക്ക് ഈ പച്ചക്കറി നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റായിരിക്കും. മൊരിഞ്ഞ മീനെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. രണ്ടാമത് വെക്കാനുള്ള മീനും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ പണിയാണ് ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റുക. അടുത്ത മീൻ ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് എല്ലാം വറുത്ത് എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ നേരത്ത് വീണ്ടും കാണാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കാരണം നിങ്ങൾക്ക് അതൊരു അലോസരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്തെ കാണാം. ഫോണിലെടുക്കുന്നതായതുകൊണ്ട് ചെറിയൊരു കാറ്റിൽ കുറവുണ്ട്, സൗണ്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇനി സ്വയം ചെയ്യുന്നതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ക്ഷമിക്കണമെന്ന് പറയാൻ. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ഉള്ളത് കൂടുന്നതിനനുസരിച്ചായിരിക്കും വീഡിയോയ്ക്ക് പ്രോഗ്രസ്സും ഉണ്ടാവുക. പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങി അടിപൊളിയാക്കാം. നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. അട്ടുകൂരിയ മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവർക്കും ഇത് എൻ്റെ ഹായ്. ആഴ്ചയിൽ 1 ദിവസം പോലും നടത്താതെ